18 കൊല്ലം 20 കൊല്ലമൊക്കെ ആയിട്ടും കുട്ടികളില്ലാത്തവരുണ്ട്. അതാണ്. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ പാട്ടാണ് നമ്മൾ പറയണത്. കാരണം പാർവതീദേവിയുടെ ഏട്ടനാണ് ഇരിക്കണത് മഹാവിഷ്ണു. അപ്പം ഈ മഹാവിഷ്ണുവിനെ സ്തുതിക്കണത് ഉണ്ടല്ലോ, പാർവതീദേവിക്ക് വലിയ സന്തോഷമാണെന്നർത്ഥം. അതുകൊണ്ട് ശ്രീകൃഷ്ണാവതാരം, ഈ മഹാവിഷ്ണു പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണൻ്റെ അവതാരമുണ്ട്. അപ്പം ഈ ശ്രീകൃഷ്ണൻ്റെ അവതാരം ചൊല്ലുന്നത് അതാണ് നമ്മളുടെ പാർവതീദേവിക്ക് ഏറ്റവും ഇഷ്ടം. ഏട്ടനാണേ, ഏട്ടൻ വരുമ്പോഴത്തെ ആ സന്തോഷം പ്രത്യേകതയാണ് എന്നർത്ഥം. അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെയും സഹോദരന്മാർ തമ്മിൽ അങ്ങനെ ഇനിയല്ലേ? നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ അനീത്തിമാർക്ക് എന്തൊരു സ്നേഹമല്ലേ? ഇല്ലേ കൂട്ടാ? അങ്ങനെയല്ലേ? അപ്പം അങ്ങനെ തന്നെയാണ് പാർവതീദേവിക്കും ഏട്ടൻ വരുമ്പോൾ. അതുകൊണ്ട് അവതാരം ചൊല്ലണം എന്നർത്ഥം. അങ്ങനെ പിന്നെ ദോഷങ്ങൾക്ക് പല ദോഷങ്ങളും ഉണ്ടാവും. മുൻജന്മദോഷങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പല അതിനുള്ളതായ വേറെ പാട്ടുകളുണ്ട്. ദക്ഷയാഗം അങ്ങനെയായ ഈ മുജ്ജന്മം കൊണ്ട് ചിലത് പറ്റാതെ വരും, വേളി നടക്കാതെ വരും. അങ്ങനെയാവുമ്പോൾ നമ്മൾ സതീദേവിക്ക് പ്രത്യേക പാട്ട് ചൊല്ലിയിട്ട് ഇത്രയും പോകുന്നൊരു നിലവിളക്കിൽ നിറയെ നെയ്യൊക്കെ കത്തിച്ച് വെക്കാൻ പറയും. മുജ്ജന്മം